CPM നേതാക്കൾ പ്രതികളായ അരിയിൽ ഷുക്കൂർ വധക്കേസിൽ വിചാരണ പൂർത്തിയാകുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന്റെയും രഹസ്യമൊഴി രേഖപ്പെടുത്തിയ മജിസ്ട്രേറ്റിന്റെയുമാണ് ഇനി വിസ്തരിക്കാനുള്ളത്. CPM നേതാക്കളായ P ജയരാജനും TV രാജേഷും അടക്കം 32 പ്രതികളാണ് കേസിലുള്ളത്. വിവരങ്ങളുമായി ജിജീഷ് കർണാകനൊപ്പം ചേരും. ജിജീഷ്, പറയൂ. കൃഷ്ണരാജ്, ഒരു വർഷത്തിലധികം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് വിചാരണ പൂർത്തിയായി കേസ് വിധി പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് മാർച്ച് മാസം തന്നെ കൊച്ചിയിലെ പ്രത്യേക CBI കോടതി 3 അരിയിൽ ഷുക്കൂർ വധക്കേസിൽ അന്തിമ വിധി പ്രസ്താവന നടത്തും. CPM നേതാക്കളായ P ജയരാജൻ, TV രാജേഷ് എന്നിവരടക്കം 33 പ്രതികളാണ് ഉള്ളത്. അതിൽ നിലവിൽ 32 പ്രതികളാണ് വിചാരണ നേരിടുകയും ചെയ്യുന്നത്. ആസൂത്രിതമായി നടന്നിട്ടുള്ള CPMന്റെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനും ഒപ്പം തന്നെ MSFന്റെ സജീവ പ്രവർത്തകനുമെല്ലാമായ അരിയിൽ ഷുക്കൂറിനെ ആസൂത്രിതമായി CPM സംഘം വളഞ്ഞുവെച്ച് ഒരു വയലിന് നടുവിൽ കൊണ്ടുപോയി വിചാരണ ചെയ്ത് പാർട്ടി തലത്തിലുള്ള വിചാരണ നടത്തി കൊലപ്പെടുത്തിയത്. ഇതിന്റെ ഗൂഢാലോചനയിൽ CPM മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ P ജയരാജനും മുൻ MLA ആയ TV രാജേഷിനും കൃത്യമായ പങ്കാളിത്തമുണ്ട് എന്നത് തന്നെയായിരുന്നു CBIയുടെ കണ്ടെത്തലുണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിർണായകമായ നിരവധി സാക്ഷികളെ അന്വേഷണ സംഘം വിസ്തരിച്ചു. മാത്രമല്ല 2 സാക്ഷികൾ എന്ന് പറയുന്നത് ഈ ഒരു CPMന്റെ വിചാരണയ്ക്കും അതിനുശേഷമുള്ള ആക്രമണത്തിനും വിധേയരായ ആളുകൾ തന്നെയായിരുന്നു. അരിയിൽ ഷുക്കൂർ കൊല്ലപ്പെട്ടു എങ്കിൽ ഗുരുതരമായി പരിക്കേറ്റ മറ്റു 2 പേർ കൃത്യമായ സാക്ഷിമൊഴികൾ നൽകി. അവർ ഇതിൽ 22 പ്രതികളെ തിരിച്ചറിയുകയും ചെയ്തു. നേരിട്ട് തന്നെ ഈ ആളുകളെ തിരിച്ചറിയുകയും ചെയ്തു. 2012 ഈ ഒരു സംഭവം നടക്കുന്നത്. P ജയരാജനും TV രാജേഷും സഞ്ചരിച്ച വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം നടത്തി എന്ന പേരിലായിരുന്നു ഇത്തരത്തിൽ ഒരു കൊലപാതകം നടക്കുന്നത്. അത് ആശുപത്രിയിൽ വെച്ചാണ് ഇത് സംബന്ധിച്ച ഗൂഢാലോചനകൾ. P ജയരാജനും TV രാജേഷിനെയും പ്രവേശിപ്പിച്ച ആശുപത്രിയിൽ വെച്ചാണ് ഗൂഢാലോചന നടന്നത് എന്നും CBI സംഘം കണ്ടെത്തിയിരുന്നു. അവിടെ വെച്ച് ഇതിന് പ്രതികാരം ചെയ്യണം എന്ന ഒരു തീരുമാനമുണ്ടാകുന്നു. അതിന് ആളുകളെ പാകപ്പെടുത്തി എടുക്കുന്നു. അങ്ങനെ വലിയ ഒരു ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ CPMന്റെ ആൾക്കൂട്ടം ഈ ആളുകളെ വളഞ്ഞു വെക്കുന്നു. ഇതിൽ പങ്കെടുത്തു എന്ന് അവർ തന്നെ കണ്ടെത്തിയ ആളുകളെ അവർ വളഞ്ഞു വെക്കുന്നു, വിചാരണ ചെയ്യുന്നു. കല്ലെറിഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ന പേരിൽ വലിയ തോതിൽ വിചാരണ നടത്തിയതിന് ശേഷം ക്രൂരമായി കൊലപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയ ഈ കേസിൽ തങ്ങളെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് P ജയരാജനും TV രാജേഷും എല്ലാം വിടുതൽ ഹർജി നൽകി. എന്നാൽ അതിനെയും CBI ശക്തമായി തന്നെ എതിർത്തു. ഇവരുടെ പങ്കാളിത്തം തെളിയിക്കാൻ കഴിയുന്ന നിരവധി വാദങ്ങൾ അവിടെ കോടതിയിൽ CBI അവതരിപ്പിച്ചു. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആളുകളുടെ വിടുതൽ ഹർജി തള്ളിയെന്ന് മാത്രമല്ല P ജയരാജനും TV രാജേഷും എല്ലാം വിചാരണ നേരിടേണ്ടിയും വന്നു. അതുകൊണ്ട് തന്നെ ഈ വാദങ്ങൾക്കും തെളിവുകൾക്കും സാക്ഷിമൊഴികൾക്കും എല്ലാം ശേഷം എന്ത് ശിക്ഷാവിധിയായിരിക്കും ഈ നേതാക്കളെയും CPMന്റെ മറ്റു പ്രവർത്തകരെയും എല്ലാം തന്നെ കാത്തിരിക്കുന്നത്. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ CPM നേതാക്കൾ പ്രതികളായ അരിയൂർ ഷുക്കൂർ വധക്കേസിൽ വിചാരണ പൂർത്തിയാവുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കർണാകരൻ.